ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കർത്താവായ യേശുക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ? ചിതറിക്കപ്പെട്ട ഇസ്രായേലിലെ യഹൂദന്മാർ വിവിധ രാജ്യങ്ങളിൽ നിന്നും പ്രാവുകൾ പോലെയും മേഘം പോലെയും പറന്നു വരുമെന്ന് യെശയ്യാ പ്രവാചകൻ വിവരിക്കുന്നു. ഇത് നൂറ്റാണ്ടുകളോളം ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിയ യഹൂദന്മാർ വിമാനങ്ങളിൽ പറന്നെത്തുന്നു. ഇസ്രായേലിലെ 10 ഗോത്രങ്ങളുടെ തലസ്ഥാനമായിരുന്നു ശമരിയ പട്ടണം. യെരുശലേം ദേവാലയം ഉണ്ടായിരുന്ന മല വനാന്തരം പോലെ ആയിത്തീർന്നു ആ കാലഘട്ടത്തിൽ. ശലോമോന്റെ ദേവാലയം നിന്നിരുന്ന സ്ഥാനത്ത് ഓമറിൻ്റെ മോസ്കാണ് ഇപ്പോൾ. 2600 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേൽ പ്രവാചകനും യിരെമ്യാവ് പ്രവാചകനും യെഹെസ്കേൽ പ്രവാചകനും പ്രവചിച്ചു പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാ പ്രവാചകൻ്റെ 49-ാം അധ്യായത്തിൽ ഇറാനിനകത്തുള്ള ആയുധങ്ങളും അണുവായുധ മിസൈലുകളും അവശേഷിപ്പിക്കാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. USA B2 സ്ട്രാറ്റജിക് ബോംബർ എടുത്തുകൊണ്ടൊക്കെ പോയി അറ്റാക്കുകൾ തകൃതിയായിട്ട് നടത്തുന്നുണ്ട് അമേരിക്ക. രാത്രി കാലങ്ങളിൽ പ്രിസൈസ് ആയിട്ടുള്ള ഏരിയകൾ, ഹെവി അറ്റാക്ക് നടത്തേണ്ട സ്ഥലങ്ങളൊക്കെ തെരഞ്ഞുപിടിച്ച് കൃത്യമായിട്ടുള്ള അറ്റാക്ക് അവിടെ നടത്തുന്നുണ്ട് അമേരിക്ക. ശക്തമായിട്ടുള്ള ആക്രമണമാണ്. ഇറാൻ ശരിക്കും തൊലഞ്ഞിരിക്കുകയാണ്, വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും തന്നെ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം തെഹ്റാൻ ഇല്ല. തെഹ്റാൻ, ഷിറാസ്, ടബ്രീസ് സ്ഥലങ്ങളിലുള്ള IRGC കമാൻഡ് യൂണിറ്റ് ഓഫീസുകൾ ഇന്ന് ടാർഗറ്റ് ചെയ്യും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കറുത്ത വസ്ത്രമിട്ട ഈ ബസ് ടീമുകളുണ്ടല്ലോ, ഈ IRGCയുടെ വാലുകളായിട്ട് നടക്കുന്നത്, യുവമാരെ എവിടെ കണ്ടാലും അടിക്കും. അതാണ് ഇപ്പം നിലവിലെ അവസ്ഥ. തെഹ്റാൻ്റെ ഉള്ളിൽ ഇന്ന് രാവിലെ ആക്രമണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള മാസീവായിട്ടുള്ള ആക്രമണം. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഫുട്ടേജാണ്. അതായത് ഒരു വലിയ ഏരിയ തന്നെ, കിലോമീറ്റർ കണക്കിൽ വലിയ ഏരിയ അങ്ങ് പുകച്ച് കളഞ്ഞിരിക്കുകയാണ് നടത്തുന്നത്. ഇസ്രായേലാണ് അടിക്കുന്നത്. സാറ്റലൈറ്റ് കമാൻഡ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള കീ ഫെസിലിറ്റീസ് ആണ് ആക്രമിച്ചിരിക്കുന്നത്. മാത്രമല്ല യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇതാ, ഇവർ ദൂരത്തു നിന്ന്, ഇവർ സീനീം ദേശത്ത് നിന്ന്, പടിഞ്ഞാറ് നിന്ന്, ഇവർ സീനീം ദേശത്ത് നിന്ന് വരുന്നു. സീനീം ദേശം ചൈന, ചൈനയിലെ ജാതികൾക്ക് വെളിച്ചമാക്കി വയ്ക്കുന്നത് ഇസ്രായേലാണ്. സാക്ഷാൽ സത്യദൈവത്തോടുള്ള സജീവ ബന്ധമാണ് ഏതു രാജ്യത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരം. ദൈവത്തെ അനുസരിച്ച് ജീവിച്ചുവോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ മേൽ ശിക്ഷാവിധി വരുന്നത്. ഈ ലോകം എവിടേക്ക് പോകുന്നു എന്നുള്ള ബോധം പലർക്കും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. ഭാവിയെക്കുറിച്ച് പലർക്കും ഇരുൾ നിറഞ്ഞ നിഴലായ ആശയങ്ങൾ മാത്രമാണ്. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി പാലസ്തീൻ ഗസയിൽ നിന്നും ഇസ്രായേൽ രാജ്യത്തിനകത്ത് കയറി യഹൂദന്മാർക്ക് എതിരെ ഭീകര പ്രവൃത്തി തുടങ്ങിയതു മുതൽ ഇസ്രായേൽ രാജ്യം തുടങ്ങിവച്ച യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അവസാനിപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ ഹല്ലേലൂയ തളരുന്നില്ല. മേഘം പോലെയും പ്രാവുകളെ പോലെയും പറന്ന് ശത്രു രാജ്യങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ കരിമഴ, കറുത്ത മഴ പെയ്യിക്കുന്നു. കറുത്ത പുക, കനത്ത പുക ഇറാനിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആസിഡ് മഴ 60% ഇറാനിൽ നാശം
വരുത്തിക്കഴിഞ്ഞു. ഇസ്രായേൽ കനത്ത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തുന്ന മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ, അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഇറാൻ എന്തോ വലിയ രീതിയിലുള്ള യുദ്ധം എല്ലാ രാജ്യങ്ങൾക്കും മേളിലും ഭീകരമായ ആക്രമണങ്ങൾ നടത്തുന്നത് ഇറാന്റെ വിജയകഥകൾ നമുക്ക് പല മീഡിയകളിലും കേൾക്കാൻ സാധിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മറിച്ചാണ്. യാഥാർത്ഥ്യം മറിച്ചെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഉള്ളിൽ തകർത്ത് വെച്ചുള്ള ആക്രമണങ്ങളാണ്. ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു മാപ്പ് ശരിക്കും ഇറാൻ്റെ മാപ്പാണ്. ഇതിൽ റെഡ് കളറിൽ ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്ന അത്രയും സ്ഥലങ്ങളിൽ ഇന്നലെ രാത്രി മാത്രം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളാണ്. ഇതേപോലെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇറാൻ്റെ ഉള്ളിൽ പറയത്തക്ക രീതിയിൽ വലിയ സ്ഥലങ്ങളൊന്നുമില്ല. ഇറാൻ ഒരു വലിയ സ്റ്റേറ്റ് ആണെങ്കിലും പറയത്തക്ക രീതിയിൽ പ്രിസൈസായിട്ട് അറ്റാക്ക് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള വലിയ സ്ഥലങ്ങളൊന്നുമില്ല. കാരണം ഇവർ രാജ്യത്തിനെ വലുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ. കാരണം ഇവരുടെ കയ്യിലുള്ള പൈസയെല്ലാം തന്നെ ചൈന എണ്ണ വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന പൈസ, അതുപോലെ തന്നെ ഇവർ പലർക്കും ഷാഡോ ഫ്ലീറ്റ് വഴിയൊക്കെ ഈ എണ്ണ വിൽക്കുന്നതിൻ്റെ പൈസയൊക്കെ ഇവർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ മുള്ള ടീംസ് അവർ ശരിക്കും ഈ രാജ്യപുരോഗതിക്കോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിനോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ല സ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെയെല്ലാം തന്നെ നിരന്തരം ഈ ബസിജി എന്ന് പറഞ്ഞാൽ IRGCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റി സിസ്റ്റമാണ്. ഈ സെക്യൂരിറ്റി സിസ്റ്റമാണ് ശരിക്കും ഇറാന്റെ ഉള്ളിൽ ഈ പ്രതിഷേധകരെയൊക്കെ അടിച്ചമർത്തിയതിലും പ്രതിഷേധകർക്ക് നേരെ വെടിയുതിർത്തതിലൊക്കെ വലിയ പങ്കുള്ളത് ഈ ബസിജി കമ്മ്യൂണിറ്റിക്കാണ്. ഈ ബസിജി ടീമുകളെ ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് വേട്ടയാടുകയാണെന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ അല്ല. സൈഡിൽ ഫുട്ടേജൊക്കെ വയ്ക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. പല സ്കൂളുകളിലും പല ടാക്ടിക്കലായിട്ടുള്ള ഏരിയകളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. സ്കൂൾ, മോസ്ക്, ഹോസ്പിറ്റൽസ് ഇവിടെയൊക്കെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം മോസ്ക് തിരഞ്ഞെടുക്കാറില്ല, കാരണം മോസ്ക് കൃത്യമായിട്ട് ആക്രമിക്കപ്പെടും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തിരഞ്ഞെടുക്കുന്നത് സ്കൂളുകളും ഹോസ്പിറ്റലുകളുമാണ്. പക്ഷെ അതൊക്കെ ഇസ്രായേൽ കൃത്യമായിട്ട് ബ്ലൂ പ്രിന്റ് ഇട്ട് ആക്രമിക്കുന്നുണ്ട്. ഈ ബസിജി ടീമുകളെ IRGCയുടെ വാലുകളാണിത്. ഈ വാലുകളെ കൃത്യമായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കുകയാണ് ഇസ്രായേൽ. പക്ഷേ അമേരിക്ക യുദ്ധത്തിന് ഓക്കെ പറഞ്ഞ് ഇസ്രായേലിനൊപ്പം കൂടെ നിൽക്കുന്നു, ഓക്കെയാണ്. പക്ഷേ ആക്രമണങ്ങൾ ഇസ്രായേൽ തകൃതിയായിട്ട് നടത്തുന്നുണ്ട്. ആക്രമണം എന്ന് പറഞ്ഞാൽ ഇന്നലെ മെഹർബാദ് എയർപോർട്ടിൽ വീണ്ടും ആക്രമണം. മെഹർബാദ് എയർപോർട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റൺവേ ട്രാക്ക് തന്നെ അടിച്ച് തകർത്തിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ. അതുപോലെ തന്നെ ടെഹ്റാനിലെ മെയിൻ എയർപോർട്ടിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ്, അതായത് ഇവരുടെ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് ഫോണൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അതെല്ലാം തന്നെ അടിച്ച് തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബസിജി ടീമുകളുടെ സെക്യൂരിറ്റി പോയിന്റുകൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം തന്നെ ആക്രമിക്കപ്പെടുന്നുണ്ട്. വല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇറാന്റെ ഉള്ളിൽ. ശരിക്കും ഇറാനെ അനുകൂലിക്കുന്ന പ്രോ ഇറാനിയൻ ടീമുകൾ അവിടെ ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടുത്തെ ഫൂട്ടേജസ് എല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവിടെ ഇന്റർനെറ്റ് ഒക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചിലർക്കൊക്കെ ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട്. അതിലൂടെ വരുന്ന 1-2 ഫൂട്ടേജുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. പണ്ടത്തെ പോലെ നമുക്ക് ഒരുപാട് ഫൂട്ടേജസ് ഇപ്പോൾ കിട്ടാറില്ല, കാരണം ഇറാൻ ഇന്റർനെറ്റ് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നിലവിലെ സാഹചര്യം. പക്ഷേ ആക്രമണങ്ങൾക്ക് ഒരു കുറവില്ല. ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 35 വർഷം പുറകിലോട്ട് പോയിട്ടുണ്ട്. അതാണ് ഈ കഴിഞ്ഞ 10-15 ദിവസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, എവരിഡേ രാത്രി പോവാണ്, പല വേവ് ഓഫ് അറ്റാക്ക് നടത്തുകയാണ്. പിന്നെ ആ ഒരു രാജ്യം ഏത് അവസ്ഥയിലായിരിക്കും? 1, 2, 3 മിസൈലുകൾ വന്ന് പതിക്കുന്ന ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ. ഇപ്പൊ സെൻട്രൽ ഇസ്രായേലിൽ ഞാൻ കാണിക്കുന്ന വീഡിയോ നിങ്ങൾ നോക്കൂ. תראו בית ליד. זה עכשיו. הלך הבית, יאו אימא'לה. സെൻട്രൽ ഇസ്രായേലിൽ ഇന്ന് ഈ മാപ്പിൽ കാണിക്കുന്ന 2 ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്താണ് ഇറാൻ മിസൈലുകൾ വിട്ടത്. അതിൽ ക്ലസ്റ്റർ വാർഹെഡ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ക്ലസ്റ്റർ വാർഹെഡിനെ ഇന്റർസെപ്റ്റ് ചെയ്തപ്പോൾ അത് താഴെ വന്ന് പതിക്കുകയും അതിലുണ്ടായിരുന്ന ഒരു ക്ലസ്റ്റർ വാർഹെഡ് പൊട്ടാതെ അവിടെ കിടക്കുന്ന ആ ഒരു ഇമേജാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരു വീടിനുള്ളിൽ ക്ലസ്റ്റർ വാർഹെഡ് പതിച്ചതിൽ ഉണ്ടായ ഡാമേജസ് ആണ് ഇവിടെ കാണിക്കുന്നത്. 1, 2 മിസൈലുകൾ വന്ന് വീഴുന്നതും ഈ ഡെബ്രികൾ വന്ന് വീഴുമ്പോഴും ഉണ്ടാകുന്ന ആഘാതമാണ് ഇത്രയ്ക്കെങ്കിൽ ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ട് ബങ്കർ ബസ്റ്റർ വെച്ച് അടിക്കുന്ന ഇറാന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് ചിന്തിച്ച് നോക്കേണ്ടത്. ശരിക്കും ഇവിടെ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് മാധ്യമങ്ങളെല്ലാം തന്നെ പുകമറ സൃഷ്ടിക്കുകയാണ്. നമ്മൾ പല വീക്ഷണത്തിൽ ജിയോ പൊളിറ്റിക്സ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നുണ്ട്. US-ന്റെ വീക്ഷണത്തിൽ എത്തിക്കുന്നുണ്ട്, ചൈനയുടെ വീക്ഷണത്തിൽ എത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല പെർസ്പെക്റ്റീവിൽ, ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ എത്തിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു യുദ്ധം എങ്ങനെയാണ് പല രാജ്യങ്ങളെയും അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലാണ് നമ്മൾ ജിയോ പൊളിറ്റിക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്.
അല്ലാതെ ഒരേ ഫോക്കസ് ലൈനിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ജിയോ പൊളിറ്റിക്സ് നിങ്ങൾക്ക് തരാറില്ല. അങ്ങനെ വീക്ഷണം നടത്താൻ പറ്റില്ല ഒരിക്കലും. ഇറാന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇറാന്റെ അവസ്ഥ ഇതാണ്. ഇറാൻ ശരിക്കും ഇനി ഇല്ല, അതാണ് അവസ്ഥ. ഈ അവസ്ഥയിലാണ് ഇസ്രായേൽ ഇനി 3 ആഴ്ച കൂടി ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 3 ആഴ്ച കഴിയുമ്പം ഇറാൻ ഏത് അവസ്ഥയിലായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാനേ പറ്റുള്ളൂ. അത്തരത്തിലാണ് ഇറാന്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നടക്കുന്നത്. ഈ തെഹ്റാൻ എന്ന് പറഞ്ഞ തലസ്ഥാനം ഇനി ഉപയോഗശൂന്യമാണ്. അവിടെ ബോംബ് വീഴാത്ത സ്ഥലമില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിലാണ് ആക്രമണങ്ങൾ. തെഹ്റാനിലെ സർഫ്ഷാൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ വീഡിയോ നോക്കൂ. ആ ജനങ്ങൾ നോക്കി നിൽക്കുകയാണ്. ആ ബിൽഡിംഗിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, എയർ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ആ ബിൽഡിംഗ് ഇപ്പോഴോ ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് ആക്രമണത്തിന്റെ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തെഹ്റാനിൽ പല സ്ട്രീറ്റുകളിലും ഇതാണ് അവസ്ഥ. ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ IRGCയിൽപ്പെട്ട ഒരുത്തൻ താമസിക്കുന്നുവെങ്കിൽ ആ ബിൽഡിങ്ങിനെ അറ്റാക്ക് ചെയ്യുകയാണ് ഇസ്രായേൽ. അത് ടാർഗറ്റഡ് ലൊക്കേഷനായിട്ട് ലോക്ക് ചെയ്യുകയാണ്. അതേപോലെ ഇസ്രായേലിന്റെ ഉള്ളിലാണെങ്കിൽ കിരിയത്ത് ബെർസേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ആ ഒരു ഏരിയയിൽ, ആ ഒരു ചുറ്റുപാടിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പുറത്ത് വരണ്ട, ജനലുകളുടെ അടുത്ത് വന്ന് നിൽക്കേണ്ട, ബങ്കറിലേക്ക് പോകണം, ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലേർട്ട് സിസ്റ്റം അവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാലും ഈ ക്ലസ്റ്റർ വാർഹെഡ് വരുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് 1-2 അവിടെയൊക്കെ വീഴുന്നത്. ഇറാന്റെ നിലപാട് ലോക രാജ്യങ്ങളെ ഒറ്റയ്ക്ക് എതിർത്ത് തോൽപ്പിക്കുവാനുള്ള തന്ത്രത്തിലാണ്. ഇറാൻ ആയുധങ്ങൾ മലകളുടെ അടിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. ഇറാന്റെ കൂടെ കുറേ പ്രോക്സി രാജ്യങ്ങളും കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഭീകരതയെ ഇപ്പോൾ പലസ്തീൻ, ഗസ, ലെബനോൻ, യമൻ, സിറിയ, ഇറാഖ്, ഇറാൻ തിരുവചന വെളിച്ചത്തിൽ വേദപണ്ഡിതന്മാരുടെ പലരുടെയും അഭിപ്രായം അടുത്തതായി നടക്കുവാനിരിക്കുന്ന ഗോഗ് മാഗോഗ് യുദ്ധം 3-ാം ലോകമഹാ യുദ്ധമായി തീരും. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായവും 38-ാം അധ്യായവും ഇത് വ്യക്തമാക്കുന്നുണ്ട്. അറബി രാഷ്ട്രങ്ങൾ പലതും, റഷ്യയും ചില കിഴക്കൻ രാജ്യങ്ങളും ഒരു വശത്തും, അമേരിക്ക, ഇസ്രായേൽ, ചില പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ചേർന്ന് മറുവശത്തും നിന്നുകൊണ്ട് യുദ്ധമുണ്ടാകും. ആദ്യ സമയങ്ങളിൽ കിഴക്കൻ രാജ്യങ്ങൾക്ക് വിജയം ലഭിച്ചതായി തോന്നും. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ഉജ്ജ്വലിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇസ്രായേൽ പക്ഷക്കാർ വിജയം കൈവരിക്കും. വിജയം പ്രാപിക്കത്തക്കവണ്ണം പാശ്ചാത്യ ശക്തികളിൽ ഒരു ബുദ്ധിമാനായ നേതാവ് ഉണ്ടായിരിക്കുകയും മറ്റുള്ളവർ ചേർന്ന് ആ വ്യക്തിയെ ഭരണം ഏൽപ്പിക്കുകയും ആ ബുദ്ധി രാക്ഷസൻ ക്രമേണ അധർമ്മമൂർത്തിയായി വെളിപ്പെടുകയും ചെയ്യും. അധർമ്മമൂർത്തിയുടെ കൂടെ കള്ളപ്രവാചകന്മാരും ദൈവവിരോധികളും ചേരും. ആ ദുഷ്പ്രഭു ലോകത്തെ മുഴുവൻ ഭരിക്കും. അവനെ തകർത്തിട്ട് ഒടുവിൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തെ മുഴുവൻ നീതിയോടെ ഭരിക്കും. അപ്പോൾ കഷ്ടങ്ങൾ ഇല്ല, കണ്ണുനീരുകൾ ഇല്ല, ജാതികൾ ജാതിയോട് എതിർക്കില്ല, പീഡകൾ ഇല്ല, ജീവിത ഭാരങ്ങൾ ഇല്ല, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പങ്ങളും ഇല്ല. ക്രൂഡ് ഓയിൽ, ഗ്യാസ്, തങ്കം, സ്വർണം, പണം, ബോംബ്, മിസൈൽ ഒന്നും നോക്കണ്ട. ഇതാ ഇസ്രായേലിൻ്റെ ദൈവം എഴുന്നള്ളുന്നേ. യേശുവിൻ ജനമേ ഒരുങ്ങുക, യേശുവിൻ ജനമേ ഒരുങ്ങുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.
ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.